ഹായ്, നമസ്കാരം. ആക്സിഡന്റ് അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഒന്നാണ്. എന്നാൽ കരിയർ ആക്സിഡന്റോ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾക്ക് സമയമില്ല, കുട്ടികളെ മനസ്സിലാക്കാൻ സമയമില്ല, അതുപോലെ തന്നെ അവരുടെ കൂടെ ഇരിക്കാൻ സമയമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ ഓഫീസിൽ പോകുന്ന സമയത്ത് കൂടെ ഒരാളുടെ മക്കൾ എന്തെടുത്തോ അത് നോക്കിയെടുക്കും, അല്ലെങ്കിൽ അയലക്കാരുടെ മക്കൾ നോക്കിയെടുക്കും, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാത്ത ഒരു സ്ട്രീമോ അല്ലെങ്കിൽ കരിയറോ ചൂസ് ചെയ്ത് നൽകും. ഡെഫിനറ്റ് ആയിട്ടും കരിയർ ആക്സിഡന്റ് ഉണ്ടാവും. കുട്ടിക്ക് അത് ഇഷ്ടമില്ല, കുട്ടിയുടെ സ്ട്രെങ്ത് അറിഞ്ഞോ കുട്ടിയോട് ചോദിച്ചിട്ടോ അല്ല, പലപ്പോഴും സംഭവിക്കുന്ന ഇതാണ്. അപ്പോൾ ഈ കരിയർ ആക്സിഡന്റ് ഒഴിവാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് അസസ്മെന്റിലൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അത് വലിയ ടഫുള്ള കാര്യമൊന്നുമല്ല, പഠിച്ച കാര്യങ്ങൾ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലെ കൃത്യമായി ഒരു അസസ്മെന്റ് നടത്തുകയും റിപ്പോർട്ട് എടുക്കുകയും ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കൃത്യമായി അവരുടെ പേഴ്സണാലിറ്റി, കരിയർ ഇൻട്രസ്റ്റ്, അവരുടെ കരിയർ മോട്ടിവേറ്റേഴ്സ്, ലേണിംഗ് സ്റ്റൈല് വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ്. അതുപോലെ അവരുടെ സ്കിൽസ് ആൻഡ് എബിലിറ്റി, ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് സ്കിൽസ് ആൻഡ് എബിലിറ്റി. അതുപോലെ ന്യൂ ഏജ് കരിയേഴ്സ്, ഏറ്റവും സ്യൂട്ടാകുന്ന ന്യൂ ഏജ് കരിയേഴ്സ് ഏതൊക്കെയാണെന്ന് ഇതുപോലെ ചൂസ് ചെയ്ത് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ആ കുട്ടിക്ക് അനുയോജ്യമായ സ്ട്രീമും കരിയറും ചൂസ് ചെയ്ത് നൽകുമ്പോൾ ആ കുട്ടിക്ക് കൃത്യമായ സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും. വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് സന്തോഷമായി സമാധാനമായിട്ട് ജീവിതാവസാനം വരെ കരിയർ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നമുക്കിരിക്കണം. നിങ്ങൾ റെഡിയാണെങ്കിൽ ഞങ്ങൾ റെഡിയാണ്. സോ ഒരു അപ്പോയിൻമെൻറ്റിനായി താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കുക, നമുക്കിരിക്കാം.